BC 4-ാം നൂറ്റാണ്ടിൽ സിസിലിയിലെ സിറാക്കൂസ് എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഡയനീഷ്യസ് ഒന്നാമൻ. അദ്ദേഹം ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്യരിൽ ഒരാളായിരുന്നു ഡെമോക്ലസ്. ഡെമോക്ലസിന് എപ്പോഴും ഈ രാജാവിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അധികാരമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, അത് ഒരുപാട് സുഖലോലുപതയിൽ കഴിയുകയാണ്, എപ്പോഴും രാജാവിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക എന്നതായിരുന്നു ഡെമോക്ലസിൻ്റെ തോന്നൽ. ഒരു ദിവസം ഈ ഡെമോക്ലസിൻ്റെ ഈ ഒരു ചിന്താഗതി മാറ്റാൻ വേണ്ടി ഡയനീഷ്യസ് രാജാവ് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഒരു ദിവസം രാജാവായിക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഡെമോക്ലസ് സന്തോഷത്തോടു കൂടി ആ ഒരു അവസരം ഏറ്റെടുക്കുന്നു. അദ്ദേഹം രാജാവായി ഒരു ദിവസത്തേക്ക് രാജാവായി അധികാരമേൽക്കുന്നു. രാജാവായി അധികാരമേറ്റ സമയത്ത് തന്നെ അദ്ദേഹം വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ട് അതൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊന്ന് മുകളിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ ഒരു വാളിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ആ വാളെന്ന് പറയുമ്പോൾ ഒരു കുതിരയുടെ രോമത്തിലാണ് ഈ വാളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതോടുകൂടി ഡെമോക്ലസിൻ്റെ ചിന്തകളൊക്കെ മാറുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള സുഖലോലുപതയും സുഖ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം ഏത് നിമിഷവും ഈ വാൾ പൊട്ടി വീണ്, കുതിരയുടെ രോമത്തിൽ കെട്ടിയ വാളാണല്ലോ, ഏത് നിമിഷവും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒന്നും ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഡെമോക്ലസിൻ്റെ വാൾ തലയ്ക്ക് മുകളിലുള്ള ഒരു കളിക്കാരനുണ്ട്. ആ കളിക്കാരൻ്റെ പേര് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നാണ്. രോഹിത് ശർമ്മയുടെ തലക്ക് മുകളിൽ കൃത്യമായും ഒരു ഡെമോക്ലസിൻ്റെ വാൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഇത് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 ഇന്നിങ്സുകളും വ്യക്തമായി നിരീക്ഷിച്ചതിന് ശേഷമാണ്. രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ഏകദിനത്തിൽ 26 റൺസാണ് നേടിയത്. 47 പന്തുകൾ അദ്ദേഹം നേരിട്ടു. അതിന് മുമ്പത്തെ മത്സരത്തിൽ 21 പന്തുകളിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് വെറും 11 റൺസാണ്. ഈ 2 ഇന്നിങ്സുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും രോഹിത് ശർമ്മയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്നിങ്സ് അല്ല. അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ കൃത്യമായും ഡെമോക്ലസിൻ്റെ വാൾ ഇങ്ങനെ നിൽക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പുറത്ത് യശസ്വി ജയ്സ്വാൾ നിൽപ്പുണ്ട്. അവസാനം കളിച്ച 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടിയ താരമാണ്. അവസാനം കളിച്ച 3 മത്സരങ്ങളിൽ 2 സെഞ്ചുറി നേടിയ താരമാണ് യശസ്വി ജയ്സ്വാൾ, ഓപ്പണറാണ്. നമുക്കറിയാം, ഗൗതം ഗംഭീർ കോച്ചായി അധികാരമേറ്റതിനു ശേഷം സീനിയർ കളിക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം നമുക്കറിയാം. ഏത് നിമിഷവും ടീമിൽ നിന്നും പുറത്തായിരിക്കും എന്ന രീതിയിലാണ് വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത് ശർമ്മയും ഈ ടീമിനൊപ്പം നിൽക്കുന്നത്. രോഹിത് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഇംഗിതം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2027 ലോകകപ്പിൽ എനിക്ക് കളിക്കണം എന്ന ആഗ്രഹം പലപ്പോഴായി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 15 കിലോയോളം കുറച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എപ്പോഴും ചർച്ചയാവാറുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്. അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും ഫിറ്റായ ബോഡിയോടുകൂടി ഈ 2027 ഏകദിന ലോകകപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത് ശർമ്മ. പക്ഷേ പല മത്സരങ്ങളിൽ നമുക്കറിയാം, രോഹിത് ഓൾറെഡി ടെസ്റ്റ് ടീമിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്, T20 ടീമിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. അതിനൊപ്പം T20 ലോകകപ്പ് നേടി അല്ലെങ്കിൽ അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി നേടിയ ക്യാപ്റ്റനെ അടുത്ത സീരീസ് ആകുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പദവിയിൽ നിന്നും മാറ്റിയ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലാണ് നായകൻ. രോഹിത് ശർമ്മയെ ആ സമയത്ത് ക്യാപ്റ്റൻ പദവിയിൽ നിന്നും മാറ്റിയത് വലിയ ചർച്ചയായിരുന്നു. ക്യാപ്റ്റൻ പദവിയിൽ നിന്നും മാറ്റിയത് തന്നെയാണ് രോഹിത്തിൻ്റെ തലക്ക് മുകളിലെ ഡെമോക്ലസിൻ്റെ വാളായി നിൽക്കുന്നത്. നമുക്കറിയാം, 2023 ലോകകപ്പ് കാലം, 2023 ഏകദിന ലോകകപ്പ് എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മയുടെ കീഴിൽ നമ്മൾ ഫൈനൽ വരെ എത്തിയ ലോകകപ്പായിരുന്നു. ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടാണ് അന്ന് ഇന്ത്യക്ക് മടങ്ങേണ്ടി വന്നത്. പക്ഷേ ഇന്ത്യയുടെ ആ ലോകകപ്പിലെ ജൈത്രയാത്ര എന്ന് പറയുമ്പോൾ രോഹിത് നൽകിയ, അല്ലെങ്കിൽ ഓപ്പണറായി രോഹിത് നൽകിയ മികച്ച ഇന്നിങ്സുകളുടെ ഫലം കൂടിയാണ്. നമ്മൾ ഒരുപക്ഷെ ആ ലോകകപ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മുഹമ്മദ് ഷമിയുടെ വിക്കറ്റ് നേട്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, വിരാട് കോഹ്ലിയുടെ സെഞ്ചുറികളായിരിക്കാം നമ്മുടെ ഓർമ്മകളിലുള്ളത്. പക്ഷേ കൃത്യമായും ഇന്ത്യക്ക് ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായി നിന്നത് രോഹിത് ശർമ്മ നൽകിയ ഓപ്പണിംഗ് ബ്ലാസ്റ്റ് ഇന്നിങ്സുകളായിരുന്നു. അതായത് ക്യാപ്റ്റനായതിനാൽ അദ്ദേഹം ഓൾറെഡി ടീമിലുണ്ട്, ആ ഒരു സുരക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനൊപ്പം അദ്ദേഹം ടീമിനൊപ്പം ചേർന്ന് കൃത്യമായും ആ രീതിയിലുള്ളൊരു അഗ്രസീവ് സ്റ്റൈൽ അന്ന് ഫോളോ ചെയ്യുകയും ചെയ്തു. കൃത്യമായും രോഹിത് 2.0 വേർഷനായിരുന്നു അത്. നമുക്കറിയാം, അതിനു മുമ്പുള്ള വർഷങ്ങളിൽ 2019 ഏകദിന ലോകകപ്പിലൊക്കെ അദ്ദേഹം 5 സെഞ്ചുറികൾ നേടി റെക്കോർഡിട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള രോഹിത് ശർമ്മ എന്ന് പറയുമ്പോൾ പതുക്കെ ഇന്നിങ്സ് കൊണ്ടുപോയി പിന്നീട് അവസാന നിമിഷം കത്തിക്കയറുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിങ്സുകൾ. അങ്ങനെ രോഹിത് ശർമ്മ 3 ഡബിൾ സെഞ്ചുറികൾ ഏകദിനത്തിൽ എടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ 2023 ലോകകപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി അദ്ദേഹം വീണ്ടും നിർവചിക്കുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവായി കളിക്കുന്നു. തുടക്കത്തിൽ ആദ്യ 10 ഓവറുകളിൽ തന്നെ ഇന്ത്യൻ സ്കോർ 100 കടത്തുന്നു എന്ന രീതിയിലുള്ള രോഹിത്തിൻ്റെ ഇന്നിങ്സുകൾ. അതോടെ ഇന്ത്യയുടെ വിജയങ്ങൾ ശീലമാക്കിയ ഒരു ക്യാപ്റ്റനായി രോഹിത് മാറുകയായിരുന്നു.
പക്ഷേ ക്യാപ്റ്റൻസിയിൽ നിന്നും രോഹിത് മാറ്റപ്പെട്ടതോടെ വീണ്ടും ഈ ടീമിൽ നിന്നും എപ്പോഴും അദ്ദേഹം പുറത്താകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏത് നിമിഷവും അദ്ദേഹത്തെ പ്രായത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 39 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ ഒരു വലിയ സഖ്യം അവിടെ പുറത്തുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ രോഹിത്തിൻ്റെ പുറത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയം രോഹിത് ശർമ്മ ഫോം ഔട്ട് ആവുകയാണെങ്കിൽ എളുപ്പം അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് യശസ്വി ജയ്സ്വാളിനെ ഈ ടീമിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തത്. ആ സമ്മർദ്ദം കൃത്യമായും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ മേളിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഇത്രയും പന്തുകൾ നേരിട്ടിട്ടുള്ള 26 പന്തുകൾ നേടാൻ 47 പന്തുകൾ നേരിട്ട രോഹിത് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മന്ദഗതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ടീമിൽ സ്ഥാനം നിലനിർത്തണം എന്ന സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു രോഹിത് ശർമ്മയാണ് ഇങ്ങനെയുള്ള ബാറ്റിംഗ് രീതിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ, ഇങ്ങനെ മന്ദഗതിയിൽ അല്ലെങ്കിൽ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നത്. തീർച്ചയായും രോഹിത് ശർമ്മയുടെ ഈ ഇന്നിങ്സുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ തീർച്ചയായും ഒരു ഡെമോക്ലസിൻ്റെ വാൾ തന്നെ ഉയർന്നു നിൽക്കുന്നു എന്നത് വലിയ സത്യം തന്നെയാണ്. അത് കാണാതിരിക്കാൻ വയ്യ. വരാനിരിക്കുന്ന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇനിയും മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യക്ക് ഇനിയും ഏകദിന പരമ്പരകളും ഈ ലോകകപ്പിന് മുമ്പായിട്ടുണ്ട്. അപ്പോൾ രോഹിത് ശർമ്മ അനുഭവിക്കുന്ന സമ്മർദ്ദം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ വരാനിരിക്കുന്ന ലോകകപ്പിൽ അദ്ദേഹം കളിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ചും ഗൗതം ഗംഭീർ കോച്ചും അതുപോലെ തന്നെ അജിത് അഗാർക്കർ ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായും നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ.